ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ക്രീമി ആയിട്ടുള്ളൊരു നാടൻ ചിക്കൻ കറിയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചിക്കൻ ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 600 ഗ്രാം ഇറച്ചി ഉണ്ടാവും. ഇനി ഒരു 12 വെള്ളുള്ളി തൊലി കളഞ്ഞ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളുള്ളി അല്ലി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ കട്ട് ചെയ്ത്, 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, ഒരു 10-20 കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3 ചെറിയ തക്കാളി, മീഡിയം സൈസ് ആണെങ്കിൽ 2 എടുത്താൽ മതി, ഒരു അര സ്പൂണ് വലിയ ജീരകവും, പിന്നെ ഒരു 3 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് വറുത്ത് വരണം. അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ചൂടാകുന്ന സമയത്ത് പട്ടയും പെരിഞ്ചീരകവും കുരുമുളക് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇടുക. അതൊന്ന് ചൂടായതിന് ശേഷം വെള്ളുള്ളി ചേർത്ത് കൊടുക്കുക, ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വെള്ളുള്ളിയും ഇഞ്ചിയും ചേർത്ത് നമ്മൾ ചെറുതായിട്ട് എണ്ണയിൽ വഴറ്റി അരച്ച് കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അധികം ഒന്നും മൂത്ത് പോകണ്ട. ഇതേപോലെ ഒന്ന് ആവുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. പൊടി ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. ആ ചൂടുള്ള എണ്ണയിൽ അതൊന്ന് ശരിയായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നോളൂ. ഇനി ഇതൊന്ന് ചൂട് ഒരുവിധം ആറിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ അരച്ച് കണ്ടില്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതേ ചീനിച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തു. കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ തീ ലോട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. ഉള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂണിൽ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സവാളയൊക്കെ ഒന്നിനൊന്ന് ശരിക്കൊന്ന് വിട്ട് വരുന്ന ഈ സമയത്ത് നമ്മൾക്ക് ആ തക്കാളി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 സവാളയും 2 തക്കാളി എന്തായാലും ചേർത്ത് കൊടുക്കുക. തക്കാളി ശരിക്കും ഒന്ന് മെൽട്ടായി വരട്ടെ. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഒരല്പം മുളക് പൊടി കൂടി ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ. നമ്മൾ നേരത്തെ 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ചിക്കൻ മസാല പൗഡർ 1 സ്പൂണും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നതിന് ശേഷം അതൊന്ന് ശരിക്കും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ പൊടികളൊക്കെ ഒന്ന് ശരിക്കും മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്നുകൂടി നമ്മളതൊന്ന് മിക്സാക്കി കൊടുക്കണം. പെട്ടെന്ന് വെള്ളം ഒഴിക്കരുത്. ചിക്കൻ ഇട്ട് ശരിക്കും അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാനാകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ആ ചിക്കൻ്റെ അളവിന്. എന്നതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 8 മിനിറ്റോളം ഞാൻ അതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. സവാളയും തക്കാളിയും ആ മസാലയൊക്കെ വെന്ത് സെറ്റായി വന്നിട്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇഞ്ചിയും വെള്ളുള്ളിയും നമ്മൾ വറുത്ത് അരയ്ക്കുന്ന സമയത്ത് നല്ലൊരു ക്രീമി ലുക്കായിട്ട് വരും. നമ്മൾ തേങ്ങയ്ക്ക് പകരം 3-4 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഗ്രേവിയുടെ തിക്ക്. അപ്പോൾ ഇതേപോലെ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾക്ക് ഉപ്പ് പോരാകെ ഉണ്ടാവും. കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉള്ളി വഴറ്റുമ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് നമ്മൾക്ക് ഒരു 6-7 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിക്കണം. ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് പിടിക്കട്ടെ. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടാൽ അറിയാം നമ്മളെ ചിക്കനൊക്കെ ഒരുവിധമൊക്കെ നന്നായി വെന്ത ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇഞ്ചി വെള്ളുള്ളിയും നമ്മൾ വഴറ്റിയിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ കറി കിട്ടും. നമ്മൾക്ക് വയറിന് നല്ല ഒരു സുഖമായിരിക്കും ചിക്കൻ കറി കഴിക്കാൻ. അപ്പോൾ കൂടുതൽ നമ്മൾ പുറത്തുനിന്ന് സാധനം വാങ്ങിക്കേണ്ട. നിങ്ങൾക്ക് ഗ്രേവി കണ്ടാൽ തന്നെ അറിയാം. 2-3 മിനിറ്റ് കൂടി നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തു. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പും മുളകൊക്കെ എരിവൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് കൂട്ടാനായിട്ട് മാഗി ക്യൂബ് അതൊന്നും വാങ്ങി ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഒരു വറവ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നാടൻ സ്റ്റൈലായിക്കോട്ടെ. 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരല്പം കടുക് തീ ലോ ഫ്ലെയിമിലിടുക. ഒരു 3 വറ്റൽമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു അല്പം മുളക് പൊടി അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആ കറിയിലേക്ക് ഞാൻ വറവ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ അടിപൊളി നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നെയ്ച്ചോറിനൊക്കെ നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഇതാ മാറ്റി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇന്ന് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ തന്നെയാണ് ഈ ചിക്കൻ കറി കഴിക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല ഒരു ടേസ്റ്റാണ്. സൂപ്പറായില്ലേ? വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.